ബീനലവറെ കുറിച്ച് കേട്ടിട്ടുള്ള കഥകളില് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന കഥകളിൽ ആക്ച്വലി ഇറ്റ് ഈസ് 2 റൂംസ്. രണ്ട് മുറിയാണ്. ഓ ആദ്യത്തെ മുറി തുറന്നിട്ടുണ്ട്. ആ ആ രണ്ടാമത്തെ ഇത് തുറക്കാൻ പോയപ്പോഴാണ് അവിടുത്തെ വാതിലിൻ്റെ ഒരു ഭാഗം കാലി വീഴുകയും മുറിയൊക്കെ പിന്നെ അങ്ങനെ അങ്ങ് വേണ്ടാന്ന് വെച്ചു. ആണല്ലേ. ഈ ഇത് തുറക്കുന്നതോടെ തലസ്ഥാനം വെള്ളത്തിൽ മുങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട് എന്നൊരു ഇത് കേട്ടിരുന്നു. അതിൽ വിശ്വസിച്ചു എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയൊക്കെ ഉണ്ടോ ഇല്ലെന്ന് നമുക്ക് പറയാനുള്ളൊരു അറിവില്ല. പക്ഷേ ഒരു വാതിലുണ്ടെങ്കിൽ അത് തുറക്കാൻ ഉദ്ദേശിച്ചായിരിക്കണം. പക്ഷെ എന്തുകൊണ്ട് തുറന്നുകൂടാ എന്നുള്ളത് നമുക്കിപ്പോൾ ഏറ്റവും നമ്മുടെ അറിവിന് അക്സെപ്റ്റ് ചെയ്യുന്ന ദേവപ്രശ്നമാണ്. ദേവപ്രശ്നത്തിൽ പറയുന്നു അത് തുറക്കാൻ പാടില്ല. ദേവപ്രശ്നത്തില് ഇങ്ങനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടോ, ഇത് തുറന്നു കഴിഞ്ഞാൽ പ്രളയം പോലെ ഉണ്ടാവും? പ്രളയം എന്ന് പറഞ്ഞിട്ടില്ല. അവര് പറഞ്ഞിരിക്കുന്ന ഇറ്റ്സ് ബാഡ് ഓമൻ എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. ആഫ്റ്റർ എഫക്ട്സ് എന്തൊക്കെയെന്ന് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആഫ്റ്റർ തുറക്കണ്ട, നാടിന് നല്ലതല്ലെന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കിയത് അത് പറഞ്ഞത്. ഇനിയിപ്പോൾ നാളൊരു കാലത്ത് ആരെങ്കിലും തുറന്നാല് അപ്പോഴറിയാം എൻ്റെ അകത്ത് എന്താന്ന്. ഇത് തുറക്കുക എന്നുള്ളൊരു കാര്യം ആദ്യം വന്നപ്പോഴേ എന്തായിരുന്നു ശരിക്കും ഫസ്റ്റ് മനസ്സിലുണ്ടായിരുന്നത്? അത്ര നാള് പെട്ടെന്നൊരു ദിവസം വരെ 2011 ആ സമയത്ത് അത് പെട്ടെന്നൊരു ഉത്തരവ് വരുന്നു. അതപ്പോ എങ്ങനെയായിരുന്നു അതിന്? അല്ല, ഞാൻ ചോദിക്കും, നമ്മുടെ ക്ഷേത്രം ഇപ്പൊ ആരുടെ ആയിക്കോട്ടെ, ക്ഷേത്രം ഒരു ക്ഷേത്രത്തിൽ രഹസ്യമായിട്ട് വെച്ചിരിക്കുന്ന ഒരു സാധനം ബാഹ്യശക്തികളുടെ ഒരു ഇതുകൊണ്ട് നമ്മൾ ഒരിക്കലും തുറക്കാൻ പാടില്ല. അല്ലെങ്കിൽ അവിടുത്തെ തന്ത്രിയും അവിടുത്തെ ക്ഷേത്രം നോക്കുന്നവരുടെ ഒരു തീരുമാനമാണെങ്കിൽ ശരി തുറക്കാം. ദേവപ്രശ്നത്തിൽ ഇതിപ്പോ തുറക്കണം എന്ന്, പക്ഷേ തുറക്കണം എന്ന് ആരും പറഞ്ഞിട്ടില്ല. ഈ സുപ്രീം കോടതി പോലും പറഞ്ഞിട്ടില്ല തുറക്കണം എന്ന്. അന്നത്തെ എനിക്ക് 2011 കമ്മിറ്റി തുറക്കാൻ എല്ലാ ഹൈക്കോടതിയും മറ്റും പറഞ്ഞു എല്ലാ ഇതും തുറന്ന് കണക്കെടുക്കണം എന്നൊക്കെ. അന്ന് സുപ്രീം കോടതി പറഞ്ഞു. പിന്നെ ഇങ്ങനെ ബീനലവറെ പറ്റി അറിയിച്ചപ്പോൾ അവർ പറഞ്ഞു എന്നാ വേണ്ട, പിന്നീട് തീരുമാനിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഇതൊന്നും മിണ്ടിയിട്ടില്ല. പക്ഷേ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടോ തുറന്നിട്ടുണ്ടെന്നൊക്കെ. എൻ്റെ അറിവിൽ തുറന്നതായിട്ട് അറിയില്ല. കുറെ റിപ്പോർട്ട്സും പത്ര റിപ്പോർട്ട്സും ഒക്കെ സോഷ്യൽ മീഡിയയൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ട്. കുറെ ആൾക്കാരുടെ വീഡിയോസ് കണ്ടിട്ടുണ്ട്. അത് ഓൾറെഡി തുറന്നു, അത് 8 വട്ടം തുറന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ട്. വീഡിയോ എങ്ങനെ എടുക്കാം? ക്യാമറ പോലും ഇല്ലാത്ത കാലമാണ്. അല്ല, ആൾക്കാർ പറയുന്നതായിട്ട് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള തോന്നിയ ഒരു കാര്യം എന്തായിരിക്കും ബീനലവറെ പറ്റിയിട്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയതിൽ വെച്ചിട്ട്? അത് ഈ പാമ്പ് വെളിയിൽ സോഷ്യൽ മീഡിയയിൽ കാണിച്ചില്ലേ, ഈ പാമ്പിന്റെ പടം, കൂട്ടില് പാമ്പ് ഇങ്ങനെ ചുറ്റിക്കിടക്കുന്നു, ഒരാൾ പാട്ട് വായിക്കുന്നു, പണമ്പ് തനിയെ പൂട്ടിന്റെ അവിടെ നിന്ന് മാറുന്നു, പൂട്ട് തുറക്കുന്നു, അകത്തോട്ട് പോകുന്നു. നമ്മൾ ഈ നാഗമാണിക്യമൊക്കെ സൂക്ഷിക്കുന്ന കഥകൾ കേട്ടിട്ടുള്ളത് പോലത്തെ പ്രസന്റേഷൻ ഒക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ പറഞ്ഞ സ്വർണ്ണ തേങ്ങയുണ്ടെന്ന്. അത് ബീനലവറ എന്നാ പറഞ്ഞത്, പക്ഷെ ശരിക്കും ഏ നിലവറയിലാ ഉള്ളത്. ഉണ്ടോ? ഗോൾഡിന്റെ ഷേപ്പിലുള്ള ഇരിപ്പുണ്ട്. ആണോ? ഒരെണ്ണം ചെറുത്, പക്ഷെ തൊട്ട് വെരി ഫ്ലിംസി, ചെറിയ ഗോൾഡ് വെച്ചാൽ ഉണ്ടാക്കുന്നത്. അത് സോളിഡ് അല്ല. ആണല്ലേ? അപ്പൊ ശരിക്കും അതൊക്കെ ഉള്ളതാണല്ലേ? കുറച്ചൊക്കെ ഉള്ളതാണ്, പക്ഷെ ഈ പറയുന്ന പോലത്തെ കാര്യങ്ങളൊന്നുമില്ല. ഈ ആൾക്കാർ ഇതിന്റെ മൂല്യം നിർണയിച്ച് പറയുന്നത് പലയിടത്തും മൂല്യനിർണ്ണയം സംഭവിച്ചിരുന്നു? ഇല്ല, ഫോട്ടോ എടുത്ത് ഡോക്യുമെന്റ് ചെയ്തേ ഉള്ളൂ, മൂല്യം ഇല്ല. അപ്പൊ അതിൻ്റെ അകത്ത് തന്നെ ദശലക്ഷം കോടികൾ അങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ട്. ജീസസ് ക്രൈസ്റ്റിന്റെ കോയിനൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഐ തിങ്ക് 1340 മറ്റോ ഉള്ളത്. അപ്പൊ അതിന്റെ മൂല്യം എങ്ങനെ നിർണ്ണയിക്കാം? ഇപ്പം അങ്ങനെ ഒരുപാട് അറേബ്യൻ കോയിൻസ് ഉണ്ട്, ജാപ്പനീസ് ചെറിയ പെഗോഡാസ് പോലത്തെ ഉണ്ട്, ഒരുപാട് സാധനങ്ങളുണ്ട് കോയിൻസ് പോലെ. നാഗങ്ങളാണ് കാവലിരിക്കുന്നതെന്ന് പറയുന്നതിൽ അതിന്റെ നിലവറയുടെ ഭിത്തിയില് നമ്മളിങ്ങനെ ഈ ഭിത്തിയിൽ ഇത്രയും പൊക്കത്തെ ഒരു നാഗത്തിനെ കൊത്തി വെച്ചിട്ടുണ്ട്. ആ ഭിത്തിയുടെ അപ്പുറത്താണ് ബീനലവറ. ബീനലവറയിൽ നാഗങ്ങൾ കാവലിരിക്കാൻ സാധ്യതയുണ്ട്. തള്ളിക്കളഞ്ഞൂടാ. ഈ കാണപ്പെട്ട ദൈവങ്ങളാണ് നാഗങ്ങൾ എന്നാണല്ലോ പറയുന്നത്. നാഗങ്ങൾ നിധിയുള്ളിടത്ത് നാഗം വരുന്നു പറയാം. നിധി കാക്കാൻ വേണ്ടി നാഗം ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇത്രയും സ്വത്ത് ആഭരണങ്ങളൊക്കെ എൻ്റെ അകത്ത് ഇരിക്കുകയല്ലേ. അപ്പൊ അതിനെ സിംബലൈസ് ചെയ്യുന്നത് പോലെ ആയിരിക്കും ആ കുത്തിവെച്ച്. പിന്നെയും പറയുന്നുണ്ട്, ഈ പണ്ടത്തെ കാലത്ത് ഈ നമ്മൾ ഈ മറ്റേ KCB കണ്ടില്ലേ, 2 എല്ലും തലയോട്ടും ഡേഞ്ചർ. പണ്ടത്തെ കാലത്ത് നാഗം വെക്കുന്ന ഡേഞ്ചറിന്റെ ഒരു സിംബോളിക് അന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ അത് തുറക്കാൻ പാടില്ല, അപകടം ഉള്ളതും സൂചനയായിരിക്കും. എന്തൊക്കെയല്ലേ.
ഈ അമ്പലത്തിന് 6 അറകളുണ്ട്. 6ാമത്തെ അറ ഭഗവാന്റെയാണ്. അത് മനുഷ്യനാൽ തുറക്കാൻ പറ്റില്ല എന്ന്. അതാണോ ബി? അല്ല, അത് അങ്ങനെ ഒരു കഥ കേട്ടു. അതാണോ ബി? അതായിരുന്നു എന്റെ ചോദ്യം. അതാണോ ബി? അതോ അങ്ങനെ ഒരു അറ വേറെ ഉണ്ടോ? 6 അറകളിൽ 6ാമത് ഭഗവാന്റെ, അത് മനുഷ്യനാൽ തുറക്കപ്പെടില്ല എന്നാണ് കേട്ടത്. 6 അറാന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഈ കേസ് വന്നപ്പോ കേട്ടതല്ലേ? അത് ശരിക്കും ശ്രീകോവിലിന്റെ അവിടെ തന്നെ ഈ അറയല്ലേ, ഈ ഓരോന്ന് സൂക്ഷിക്കുന്ന മുറിയൊക്കെയാണ് ഇവര് അറയായിട്ട് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. ശരിക്കും ഈ തുറക്കാത്തത് ഈ ആകപ്പാടെ 2 ഉണ്ടായിരുന്നുള്ളൂ, സി വാൾട്ടും ബി വാൾട്ടും. ബാക്കി എല്ലാ അമ്പലം ദിവസവും ഓൾമോസ്റ്റ് തുറക്കുന്ന വാൾട്ടുകളാണ്. ഈ ഇത്രയും, അതായത് നമ്മുടെ ലോകത്തിലേക്ക് ഏറ്റവും സമ്പന്നമായ ക്ഷേത്രം എന്നുള്ളത് പറയുമ്പോൾ ആൾക്കാർക്കൊരു ധാരണയുണ്ട്, അത്രയും സമ്പന്നമാണ് അല്ലെങ്കിൽ അത്രയും സമ്പത്ത് ഈ രാജകുടുംബത്തിനും ഉണ്ട് എന്നുള്ളത്, അല്ലെങ്കിൽ അത് പെരുമാറാൻ ഇവർക്ക് പറ്റുന്നുണ്ട് എന്നുള്ളത്. അതിൽ എത്രത്തോളം സത്യം ഉണ്ടാവും? നമുക്ക് അമ്പലത്തിലെ സ്വത്തുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇല്ലല്ലേ? ഇല്ല. ഇതെല്ലാം അമ്പലത്തിൽ നമ്മൾ ഈ ഒരു സാധനം അമ്പലത്തിൽ കാണിക്ക ഇടുന്നു, ഇപ്പൊ 100 രൂപ, തിരിച്ചത് എനിക്ക് അതിന് 50 രൂപ വേണമെന്ന് ചോദിക്കാം. ഇപ്പോൾ ഇതെല്ലാം അമ്പലത്തിൽ സബ്മിറ്റ് ചെയ്ത് തന്നെ. പിന്നെ പണ്ട് ഓരോ രാജാക്കന്മാരെ സ്ഥാനം ഏൽക്കുമ്പോൾ ഈ തുലാപുരുഷ ദാനം എന്നൊക്കെ ഒരു ചടങ്ങുണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ഒരു മറ്റേ ത്രാസിലെടുത്തും ഇപ്പുറത്ത് സ്വർണം കൊണ്ടുവയ്ക്കും. എന്നിട്ട് അദ്ദേഹത്തിന്റെ വെയിറ്റ് അനുസരിച്ചുള്ള സ്വർണം ആവുമ്പോഴത്തേക്ക് ആ സ്വർണം അമ്പലത്തിൽ കൊടുക്കും. അങ്ങനെ അതേപോലെ ഞാൻ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ രാജാവിന് വെയിറ്റ് കൂടുതലാണെങ്കിൽ സ്വർണം കൂടുതൽ കിട്ടും, എന്നെ പോലത്തെ ആളാണെങ്കിൽ കുറച്ചേ കിട്ടുള്ളൂ അല്ലേ? അയ്യോ, ഈ ഓരോ രാജാക്കന്മാർ വന്ന് തൊഴാൻ വരുമ്പോൾ ഇത്ര കീഴ്പ്പണം വെച്ചിട്ടാണ് തൊഴുന്നത്. അതായത് നമ്മളിപ്പം 1 രൂപ നാണയം ഇട്ട് തൊഴുന്നത് പോലെ അവരന്ന് സ്വർണ്ണ കിഴികളിൽ പണം. പണ്ടോ? അതൊക്കെയാണ് കുമിഞ്ഞു കൂടി ഇവിടുത്തെ നിധിയായി മാറിയത് എന്ന് പറയുന്നുണ്ട്. പറയാനൊക്കൂല, അവര് അങ്ങനെ കിഴിപ്പണമൊന്നുമില്ല. ഈ നിധിയും ഈ നിലവറയിലെ ഇതും രണ്ടും രണ്ടാണോ? അങ്ങനെ ഒരു താരതമ്യവും നമ്മൾ നിലവറയ്ക്കകത്ത് ഇരിക്കുന്നത് നിധിയാണെന്ന് പറയാൻ പറ്റില്ല. അത് അവിടുത്തെ സമ്പത്തും. നിധി എന്ന് പറഞ്ഞാൽ പറയുന്നത് ഭൂമിയുടെ അടിയിൽ നിന്ന് കുഴിച്ച് കിട്ടുന്നതാണ്. ട്രഷറും വെൽത്ത് എന്നും പറയുന്നതല്ലേ. ഭൂമിയുടെ അടിയിൽ നിന്ന് നമ്മൾ ഈ കുഴിക്കുമ്പോൾ ഇപ്പൊ ഒരു കുടം കിട്ടുന്നു, അത് തുറക്കുമ്പോൾ മുഴുവൻ സ്വർണം, അതാണ് നിധി. പക്ഷെ അതിന് വിധി വേണം കിട്ടാൻ. നിധി കിട്ടിയിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ഇല്ല. നോർമലി നമ്മളൊക്കെ ഇങ്ങനെ കുറച്ചിങ്ങനെ പഴക്കം ചെന്നൊരു തറവാട്ടിലേക്ക് പോയാൽ തന്നെ മനസ്സിൽ ആദ്യം വരുന്നത് ഇവിടെ എവിടെയെങ്കിലും ഒരു നിധി ഉണ്ടായിരിക്കുമെന്ന്. അപ്പോൾ ഇങ്ങനെ ഒരു കൊട്ടാരത്തിൽ ജനിച്ച് വളർന്ന സമയത്ത് ഈ ബി നിലവറ എ നിലവറ എന്നുള്ള കാര്യങ്ങൾ വരുന്നതിന് മുമ്പ് ഒരിക്കൽ പോലും തോന്നിയിട്ടില്ല ഇവിടെ എവിടെയെങ്കിലും ഒരു നിധി ഉണ്ടാവുമെന്ന്? ഇവിടെ ഞാൻ കേസൊക്കെ വന്നപ്പോ ചോദിച്ചിട്ടുണ്ട്, കൂട്ടുകാരൊക്കെ ചോദിച്ചിട്ടുണ്ടാവില്ലേ? കൂട്ടുകാരെ ചോദിച്ചിട്ടുണ്ട്, പഴയ അമ്മാന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, അമ്മ ഇവിടെ ഇല്ല, ഇവിടെ ഒന്നും ഇല്ല. പിന്നെ പണ്ട് എനിക്ക് വന്ന് ഈ കെട്ടണം കല്ലിടുമ്പോ അതിന്റെ അടിയിൽ 1 പവനോ അങ്ങനെ സ്വർണം പൊടിച്ച് വെക്കുക, അതൊക്കെ ഉണ്ട്. അല്ലാതെ ഇവിടെ ഒന്നും ഇല്ല. ഇല്ലല്ലേ? ഒരിക്കൽ പോലും അങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേഷൻ മൈൻഡ്. അങ്ങനെയാണെങ്കിൽ ഇത് കുറിച്ച് നമ്മൾ ഈ 3 കിങ്സ് എന്നൊക്കെ പറയുന്ന സിനിമകളിലൊക്കെ അങ്ങനെ കാണിക്കുന്നുണ്ടല്ലോ.